വെൽക്കം ടു ഹീലിംഗ് ത്രൂ ടാരോട്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. അതിനുവേണ്ടി ഷഫിൾ ചെയ്ത് നമ്മൾ ഓരോ കാർഡുകൾ എടുത്ത് വെക്കുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് എനർജി നമ്മൾ എടുത്ത് വെക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന കാർഡ്സ്, ഓരോ കാർഡ്സും നമ്മൾ എടുത്ത് ഷഫിൾ ചെയ്തിട്ട് എടുത്ത് വെക്കുകയാണ്. നിങ്ങളുടെ പാസ്റ്റ്, അടുത്തത് നമ്മൾ എടുക്കുന്നത് നിങ്ങളുടെ പ്രസൻറ്റ്, അടുത്ത ഒരു കാർഡ് നമ്മൾ എടുക്കുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ് നമ്മളൊരു കാർഡ് എടുക്കുകയാണ്. ഇത് നിങ്ങളുടെ കറണ്ട് എനർജി, ഇത് നിങ്ങളുടെ പാസ്റ്റ്, ഇത് പ്രസൻറ്റ്, ഇത് ഫ്യൂച്ചർ. ഇനി അടുത്ത ഒരു കാർഡ് നമ്മൾ ഷഫിൾ ചെയ്തെടുക്കുകയാണ്. അടുത്ത കാർഡെന്ന് പറഞ്ഞ് നമ്മളൊരു കാർഡ് എടുത്ത് വെക്കുന്നത് നിങ്ങളുടെ ചുറ്റുപാട് എന്താണെന്ന് നോക്കിയാണ് അടുത്ത ഒരു കാർഡ് എടുത്തത്. ഇനി നമ്മളൊരു കാർഡ് എടുക്കുന്നത് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണ്. നിങ്ങളുടെ അടുത്ത ഒരു കാർഡ് നമ്മൾ എടുക്കുന്നത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ച് നമ്മളൊരു ലാസ്റ്റ് കാർഡ് എടുത്തിരിക്കുകയാണ്. നമുക്കിനി ഓരോ കാർഡ് റിവീൽ ചെയ്ത് നോക്കാം എന്താണ് വന്നിരിക്കുന്നതെന്ന്. നിങ്ങളുടെ കറണ്ട് എനർജി എന്ന് പറയുന്നത് കിങ് ഓഫ് സോർട്സ് ആണ്. അതായത് നിങ്ങളുടെ ലൈഫിലെ എല്ലാം വളരെ ബാലൻസ് ആയിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. അവിടെ എല്ലാത്തിനെയും വളരെ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് തീർക്കാനും കഴിയുന്നുണ്ട്. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി പോലെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉള്ളതായിട്ട് കാണിക്കുന്നില്ല. അവിടെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. എല്ലാത്തിനെയും നിങ്ങൾക്ക് ഡീല് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കഴിവുള്ള വ്യക്തികളായിട്ടാണ് നിങ്ങൾ കാണിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അങ്ങനെ പ്രശ്നങ്ങൾ ഇതിൻ്റെ കാര്യത്തിൽ കറണ്ട് എനർജിയിൽ അങ്ങനെ വരുന്നതായിട്ട് കാണിക്കുന്നില്ല. എല്ലാ കാര്യത്തിനും ഓരോ കാര്യങ്ങളും നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നത് വളരെ ആലോചിച്ചതിന് ശേഷം മാത്രമാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ കറണ്ട് എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. നിങ്ങളുടെ പാസ്റ്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ വരുന്നത് 2 ഓഫ് കപ്സ് ആണ്. വളരെ സ്നേഹമുള്ള ഒരു പങ്കാളിയാണ് നിങ്ങൾക്കുള്ളത്. പരസ്പരം മനസ്സിലാക്കിയാണ് നിങ്ങൾ രണ്ടുപേരും ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതാണ് കാണിക്കുന്നത്. ഇറ്റ്സ് എ ഗീവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പ് പോലെ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വേണ്ടുവോളം ഉണ്ട്. നല്ലൊരു കുടുംബത്തിൽ കൊണ്ടുപോകേണ്ടതായ ക്വാളിറ്റീസ് എല്ലാം നിങ്ങൾക്കുണ്ട്. പരസ്പരം മനസ്സിലാക്കിയും കെയർ ചെയ്തും ആണ് നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾ ഇരുന്നായിട്ട് കാണിക്കുന്നത്. നിങ്ങളുടെ പ്രസൻറ്റ് എന്ന് ചോദിച്ച് നമ്മളൊരു കാർഡ് എടുത്ത് വന്നിരിക്കുന്നത് 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 9 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടാണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് സങ്കടപ്പെട്ട് നിങ്ങളുടെ പല അവസരങ്ങളിലും നിങ്ങൾക്ക് അങ്ങനെ കഴിയേണ്ടി വന്നതായിട്ടുണ്ടെങ്കിൽ തന്നെയും ഇപ്പോൾ അതെല്ലാം മാറി നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നിങ്ങളുടെ ജീവിതം ഇപ്പോൾ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നിങ്ങൾക്ക് ആഗ്രഹിച്ചതുപോലെ തന്നെ, അതായത് ആഡംബരങ്ങളാണെങ്കിലും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, വീട്, സൗഭാഗ്യങ്ങൾ എല്ലാം നിങ്ങൾക്കുള്ളതായിട്ടാണ് കാണിക്കുന്നത്. അതാണ് നിങ്ങളുടെ പ്രസൻറ്റ് കാണിക്കുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചറിന് ചോദിക്കുമ്പോൾ കാണിക്കുന്നത് വളരെ നല്ലൊരു കാർഡാണ്. ദാറ്റ് ഈസ് 9 ഓഫ് കപ്സ് ആണ്. എല്ലാത്തിലും നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നതാണ് ജീവിതത്തിൽ. ഇപ്പോൾ നിങ്ങളുടെ ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു സാറ്റിസ്ഫാക്ഷൻ അനുഭവിക്കുന്നതായിട്ട്, ഇമോഷണലി നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. കുടുംബപരമായിട്ട് കുടുംബത്തിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നില്ല ഇൻ ഫ്യൂച്ചറിൽ. അതാണ് കാർഡ്സിൽ കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ ഒരു ഫലമെല്ലാം അനുഭവിച്ച് നിങ്ങളിപ്പോൾ മനസ്സും കൊണ്ട് നല്ലൊരു സന്തോഷത്തിൽ കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹം സാധിച്ചതുപോലെ തന്നെ, അതായത് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. നല്ലൊരു സന്തോഷമായ ഒരു കുടുംബജീവിതമാണ് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് കാണിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത ഒരു കാർഡ് നമ്മൾ ചോദിച്ചെടുത്തിരിക്കുന്നത് നിങ്ങളുടെ ചുറ്റുപാടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഒരു കാർഡ് എടുത്തിരിക്കുന്നത്.
അതെന്ന് പറയുന്നത് 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ചുറ്റും ആൾക്കാർ, നിങ്ങളുടെ ചുറ്റുപാട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ പലതരത്തിലുള്ള ആൾക്കാരായിരിക്കാം ഉള്ളത്. പക്ഷേങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർ കൂടി അറിഞ്ഞ് വേണ്ടുന്നതൊക്കെ അവർക്ക് ചെയ്യുക. അത് നിങ്ങളുടെ ജീവിതം ഒന്നുകൂടെ സ്മൂത്തായിട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് എന്തെങ്കിലുമൊക്കെയുള്ള ഒരു കഷ്ടപ്പാടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളവരൊക്കെ നമ്മുടെ കുടുംബത്തിലോ നമ്മൾ ചുറ്റുമുള്ളവരൊക്കെ ആണെങ്കിൽ തന്നെയും അറിഞ്ഞുകൊണ്ട് അവർക്കും വേണ്ടുന്ന കരുതലുകൾ നിങ്ങൾ കൊടുക്കണമെന്നാണ്. മറ്റുള്ളവരെയും നിങ്ങൾ കുറച്ച് നിങ്ങളുടെ ചുറ്റുമുള്ളവരെയും നിങ്ങൾ കെയർ ചെയ്യണം. ഫിനാൻഷ്യൽ ഹെൽപ്പൊക്കെ നിങ്ങളെ കഴിയുന്നത് പോലെ മറ്റുള്ളവർക്ക് ചെയ്യുന്നത് അത് അവർക്കും ഒരു സന്തോഷമുണ്ടാക്കും. അതേപോലെ തന്നെ നിങ്ങൾക്കും ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷനൊക്കെ ഉണ്ടാകുന്നതായിട്ടാണ് കാണിക്കുന്നത്. മറ്റുള്ളവരെ അറിഞ്ഞ് സഹായിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ കരുതുമ്പോൾ അവർക്കും അവരുടെ ബ്ലെസ്സിങ്സും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൂട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുന്നത് നല്ല കാര്യമായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളുടെ ചുറ്റുപാടിനെ. ഇനി നിങ്ങളുടെ ഹോപ്സ് എന്താണെന്ന് നോക്കി നമ്മൾ ഒരു കാർഡ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഹോപ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ദ സൺ കാർഡാണ്. അത് വളരെ നല്ലൊരു കാർഡാണ്. നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ, നിങ്ങളുടെ പ്രതീക്ഷകളാണത്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ മുന്നോട്ട് പോകാനാണ് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും പുതിയ ജോലിയോ വീടോ ബിസിനസ്സോ അല്ലെങ്കിൽ മക്കളുടെ ഫ്യൂച്ചറോ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചേർത്ത് വെക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കരുതണമോ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഒരു സക്സസ് ഉണ്ടാകുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒത്ത മാതിരി നിങ്ങൾക്ക് എല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്ത് വളരെ സമൃദ്ധമായിട്ട് നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം എല്ലാത്തിനും നല്ലൊരു പ്രതീക്ഷയാണ്. നിങ്ങളുടെ പ്രതീക്ഷകൾ, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ആയിരിക്കുമല്ലോ, അതൊക്കെ സാധിച്ചെടുക്കാൻ സാധിക്കുന്നതായിട്ടാണ് ഈ കാർഡ്സ് കാണിക്കുന്നത്. സൺ വളരെ നല്ലൊരു കാർഡാണ്. അതൊരു മേജർ അർക്കാന കാർഡാണ്. ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്ന ഒരു കാർഡാണ്. പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും നിങ്ങളുടെ പ്രതീക്ഷകൾ ഇപ്പം പലതുമാകാമല്ലോ. ഒരു റിലേഷൻഷിപ്പ് വരുമ്പോൾ പലതരത്തിലുള്ള പ്രതീക്ഷകൾ ജീവിതത്തിലുണ്ടാകാം. അതെല്ലാം സാധിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ അടുത്തൊരു കാർഡ് എടുത്തപ്പോൾ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. അതും വളരെ നല്ലൊരു കാർഡാണ്. ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ നേടിയെടുക്കുമ്പോൾ നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ടും ഒക്കെ ഉണ്ടാകുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിലിരിക്കുമ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു ഇമോഷണൽ സപ്പോർട്ട് ആവശ്യമാണല്ലോ. അപ്പോൾ അതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കിട്ടുന്നതായിട്ടാണ് പറയുന്നത്. എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരു ഇമോഷണലി സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ നമ്മുടെ ഒപ്പം ഉള്ളപ്പോൾ ആ ജീവിതത്തിൽ നമ്മൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അതായത് ഒരു ഇമോഷണലി നമ്മളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലുള്ളപ്പോൾ അത് സക്സസ്ഫുള്ളായിട്ട് ഒരു റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളെ മനസ്സിലാക്കുകയും വളരെ കരുതുന്ന ഒരാളും സ്നേഹമുള്ള ഒരാളുമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നത്. അതായത് അങ്ങനത്തെ ഒരു സ്നേഹമാണ് നിങ്ങൾക്ക് വരുന്നത് മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ. ഇത് എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല. കാരണം ഇതെല്ലാം പല ആളുകളുടെ എനർജിയാണ് ഇതിലുള്ളത്. റെസനേറ്റ് ആകുന്നവർ മാത്രം ഇത് ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. കാരണം ഇത് നല്ലൊരു റീഡിംഗ് ആണ്. എല്ലാം നല്ല എനർജീസാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇത് റെസനേറ്റ് ആകുന്നവർ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. സ്റ്റേ ബ്ലെസ്ഡ്.